പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഏഷ്യൻ രാഷ്ട്രീയത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ആയിരത്തെക്കൽ കൂടുതൽ സഹോദരന്മാർ എന്ന സന്ദേശം പങ്കുവെക്കുന്ന ഈ ബന്ധം ദശകങ്ങളായി നിലനിൽക്കുന്ന തന്ത്രപരവും സാമ്പത്തികവുമായ പങ്കാളിത്തത്തിലാണ് അടിയുറച്ചത്. ചൈനയുടെ ഏറ്റവും വലിയ വികസന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ആധുനിക ചൈന പാക് ബന്ധത്തിന്റെ തൂണായി തീർന്നിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം മുതൽ ചൈനയുടെ കാഷ്കർ നഗരത്തിലേക്ക് $60 ബില്യൺ മൂല്യത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനമാണ് നടക്കുന്നത്. പാകിസ്ഥാൻ ഇത് വൻ സാമ്പത്തിക വളർച്ചയിലേക്കുള്ള വഴിയായി കാണുന്നു. ചൈനയ്ക്ക് ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തന്റെ കടൽ പ്രവേശം ശക്തിപ്പെടുത്താനുള്ള വഴിയാണ്. എങ്കിലും ഈ ബന്ധം സംശയങ്ങളും വിമർശനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ വലിയ കടഭാരവും ബലൂചിസ്ഥാനിൽ സാധാരണയുള്ള പ്രതിഷേധങ്ങളും ചൈനീസ് തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും CPEസിന്റെ ഭാവിയെ സ്വാധീനിക്കുന്നുണ്ട്. ചൈനയുടെ താൽപര്യങ്ങൾ ഭൂരിപക്ഷം സ്വാർത്ഥമാണെന്ന വിമർശനവും ശക്തമാണ്. അതുപോലെ ഇന്ത്യ ഈ കൂട്ടായ്മയെ കാഴ്ചവെക്കുന്ന രീതിയിലും വളരെയധികം ജാഗ്രത കാണിക്കുന്നു. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ മേഖലയിലൂടെയാണ് പല വികസന പദ്ധതികളും കടക്കുന്നത് എന്നത് ഇന്ത്യയെ ആശങ്കയിലെത്തിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വെച്ച് ചൈന പാക് സഖ്യം വളരെയധികം തന്ത്രപരമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ നേതൃത്വം നൽകുന്ന പാശ്ചാത്യ ശക്തികൾക്കെതിരായ പ്രതിരോധം, ഇന്ത്യയെ നിയന്ത്രിക്കാൻ ഒരു തന്ത്രമെന്ന നില, വാണിജ്യപാതകളിൽ ആധിപത്യം ഉറപ്പാക്കൽ തുടങ്ങിയ പലതും ഈ ബന്ധത്തിന്റെ ഗാംഭീര്യതയെ ചൂണ്ടിക്കാട്ടും. സംക്ഷേപത്തിൽ ചൈന പാകിസ്ഥാന്റെ ബന്ധം നിലവിൽ തന്ത്രപരവും സാമ്പത്തികവുമായ ഒരു ഗണനീയ പങ്കാളിത്തമാണ്. എങ്കിലും അതിന്റെ ഭാവി സ്ഥിരതയും വിജയവുമാകാൻ ഇരുടണികളും ദീർഘവീക്ഷണവും തദ്ദേശീയ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവാദിത്വവും കൈക്കൊള്ളേണ്ടതാണ്.